ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു 5 സ്റ്റെപ്പ് ഫേഷ്യലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കോഫിയാണ്. കോഫി നമ്മുടെ സ്കിന്നിലായാലും ഫേസിലായാലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഫേസിൽ വരുന്ന പഫിനെസ്, കണ്ണിന് ചുറ്റും വരുന്ന പഫിനെസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും വരുന്ന ഡാർക്ക് സർക്കിൾസ്, ഫേസിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോഫി അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു നാച്ചുറൽ എക്സ്ഫോലിയൻ്റ് ആണ് നമ്മുടെ കോഫി. പിന്നെ കോഫിക്ക് കുറേ ആൻറ്റി ഏജിങ് എഫക്ട്സ് ഉണ്ട്. നമ്മുടെ ഫേസിൽ വരുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും കോഫി. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ്ങിന് അടിപൊളി പ്രൊഡക്റ്റാണ് കോഫി. നമ്മുടെ സ്കിന്ന് സൂപ്പറായിട്ട് ബ്രൈറ്റൻ ആവും കോഫി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ ഒരു 5 സ്റ്റെപ്പ് കോഫി ഫേഷ്യൽ നമുക്ക് 2 ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് നമുക്ക് വേണ്ടത് കോഫിയും അലോവേറ ജെല്ലുമാണ്. സോ നിങ്ങളുടെ കയ്യിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ല് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ നാച്ചുറൽ ആയിട്ടുള്ളതില്ല, വാങ്ങിയതാണുള്ളത്. സോ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ്ങിന് നമുക്ക് ആവശ്യമുള്ള അലോവേറ ജെൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോഫി പൗഡർ മിക്സ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് നെസ്കഫേയുടെ കോഫി പൗഡറാണ്, ഇൻസ്റ്റൻറ്റ്. നിങ്ങളുടെ കയ്യിൽ നോർമലായിട്ടുള്ള കോഫി പൗഡറാണ് ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോഴത്തെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പുരട്ടുമ്പോൾ കഴുത്തിലും കൂടി പുരട്ടിക്കോളൂ. ഇനി നന്നായി ഒരു 2 മിനിറ്റ് നന്നായി ഫേസിലൊന്ന് മസാജ് ചെയ്യാം. അങ്ങനെ ഞാൻ 2 മിനിറ്റ് ഫേസ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. സോ ഞാൻ ഫേസ് നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിന് നമുക്ക് വേണ്ടത് ഷുഗറും യോഗേർട്ടും കോഫി പൗഡറാണ്. അപ്പോൾ ഞാനതിൽ ഷുഗർ ഇട്ടിട്ടുണ്ട്, കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള യോഗേർട്ടും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ നോർമൽ തൈര്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. സോ നമുക്ക് സ്ക്രബിങ്ങിന് ആവശ്യമായിട്ടുള്ള കോഫി, ഷുഗർ ആൻഡ് യോഗേർട്ട്, തൈര്, ഇത് 3ഉം നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് നമുക്ക് നന്നായി ഒരു 3 to 5 മിനിറ്റ് നമുക്ക് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നിങ്ങളത് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്തോളൂ. എന്നിട്ട് നന്നായി സ്ക്രബ് ചെയ്തോളൂ. സ്ക്രബ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ ഒരു 3 മിനിറ്റ് സ്ക്രബ് ചെയ്തോളൂ. ഇപ്പം ഞാനൊരു 3 to 5 മിനിറ്റ്സ് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. സോ അങ്ങനെ സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫേസ് ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒന്ന് ബ്രൈറ്റനും ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി എൻ്റെ ഡ്രസ്സൊക്കെ കുറച്ചായിട്ട് അത് മൈൻഡാക്കാൻ നിൽക്കണ്ട. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സ്റ്റീമിംഗ് ആണ്. നമുക്ക് ഫേസ്, നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക, ഇളം ചൂടുവെള്ളം. എന്നിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് ടിപ്പ് ചെയ്ത് ഫേസിൽ കുറച്ച് നേരം വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റീമിങ് കഴിഞ്ഞു ഫേസിൻ്റെ. ഇനി നമ്മുടെ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് ചോദിച്ചാൽ മസാജിങ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫേഷ്യലിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പാണ് മസാജിങ്. സോ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഹണിയും കോഫി പൗഡറും ആണ്. സോ നമുക്ക് ഫേസ് മസാജിന് ആവശ്യമുള്ള ഹണി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം.
സോ ദേ നമുക്ക് ആവശ്യത്തിനുള്ള ഹണിയും കോഫി പൗഡറും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ദേ ഇപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്ന്, അതുപോലെ ബ്രൈറ്റനും ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ ഫേസ് മാസ്കിന് ഞാൻ കുറച്ച് കോഫി പൗഡർ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി ഞാൻ നന്നായി മാഷ് ചെയ്ത് വെച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഒരു ചെറിയ കഷ്ണം മിക്സിയിലിട്ട് അത് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഫേസ് മാസ്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു 15 മിനിറ്റ് വരെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മാക്സിമം 15 മിനിറ്റ് വരെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഗൈസ്, അങ്ങനെ ഇപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് ആയി. ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിങ്ങനെ വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ദേ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി ഒന്ന് ഡ്രൈ ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ 5 സ്റ്റെപ്പ് ഫേഷ്യൽ ഇവിടെ കഴിഞ്ഞിരിക്കുക. ഫേസ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം നല്ല സ്മൂത്തായിട്ടുണ്ട്. അതുപോലെ ഭയങ്കരമായിട്ട് ക്ലെൻസായൊരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ ബ്രൈറ്റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ 5 സ്റ്റെപ്പ് കോഫി ഫേഷ്യലൂടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല ഗ്ലോ വന്നിട്ടുണ്ട്, ബ്രൈറ്റൺ ആയിട്ടുണ്ട്, അതുപോലെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു 5 സ്റ്റെപ്പ് ഫേഷ്യലാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് 2 ആഴ്ചയിൽ ഒരിക്കലും മാത്രം നിങ്ങൾ ഈ ഫേഷ്യൽ ചെയ്താൽ മതി. ആൻഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.